എന്നാ പറയണേ? കുത്തുബ് എന്നൊന്നും പറഞ്ഞാൽ അതൊക്കെ ഒരു ചെറിയ പദവിയാണ്. അതിൻ്റെ ഒക്കെ മീതേണ് ഇപ്പൊ മൂപ്പരേന്ന്. അതിൻ്റെ ഒക്കെ മീതെ സാധാരണ മനുഷ്യരെ കുറിച്ച് മുത്തു മുസ്തഫയെ കുറിച്ച് വരെ അള്ള പറഞ്ഞതെന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, തൻ്റെ അടിമയെ രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചവൻ മഹാപരിശുദ്ധൻ. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ പോലും അബ്ദാണ്, അള്ളാന്റെ റസൂല് അടിമയാണെന്നാണ് അള്ള പറയാറുള്ളത്. എങ്കിൽ ഇതാ ഈ വിഭാഗം പറയുന്നത് കേട്ടോ, മടവൂരിൻ്റെയൊക്കെ പദവി ഇപ്പൊ എവിടെയാണ്? കുത്തുബിൻ്റെയും മേലെയുള്ള പദവി എട്ടിയിട്ട് അബ്ദ് എന്ന പദവിയും വിടും. പിന്നെ അബ്ദു പോയാ പിന്നെ അല്ല മാത്രല്ലേ? നിങ്ങളൊന്ന് എഴുതി നോക്കൂ. അബ്ദുല്ലാഹിയിലെ അബ്ദങ്ങ് വെട്ടിയാൽ പിന്നെ അല്ലയല്ലേ? ആ പദവിയിലെത്തിയാ പിന്നെ അബ്ദ് പറയുന്ന വർത്താനല്ല പറയാ, അല്ല പറയുന്നതാ പറയാ. പിന്നെയൊക്കെ ഞാൻ എന്നാണ് പറയാ, പിന്നെയൊക്കെ ഞാൻ എന്നാണ് പറയാ എന്ന തനിച്ച കുഫറിന്റെ വർത്തമാനം അതേ കാന്തപുരത്തിന്റെ മർക്കസിലുണ്ടായിരുന്ന മുദരിസ് പച്ച മലയാളത്തിലെ ആള് പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന സ്ഥാനത്തേക്ക് എത്തി. അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട്. പക്ഷെ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബ്ദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യാം. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്നാ പറയാം. ഓരോ ഇസ്മും അച്ചൽക്കാണ് പിന്നെ അടിമക്ക് തുലാക്കാക്ക്. റഹീം, മലിക്ക്, ഖുദ്ദൂസ്, സലാമ്, മുഅ്മിന്, മുഹൈമിന്, ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. ശരിക്കും മനസ്സിലാക്കി പോണേ. ഇതിങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ ചിലപ്പോൾ തിരിയില്ല. ഇവരുടെ ഒരു ഗുരുതരമായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അബ്ദ് എന്നുള്ള പദവിയാണ് വിടുന്ന്. പിന്നെ ഈ മനുഷ്യനെ കുറിച്ച് പിന്നെ എന്താ പറയാ? അള്ളാഹുവിന്റെ പേരുകളാ പറയാന്ന്. അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. ഇതൊക്കെ വരെ പേരിലും പറയും. കാരണം അബ്ദ് വിട്ടോ, അബ്ദിന്റെ പരിധി വിട്ടോ, അള്ളയായി പോയി. അതുകൊണ്ട് പിന്നെ ഇവർക്ക് പിന്നെ സ്വന്തമായി പിന്നെ വർത്തമാനങ്ങളൊക്കെ അള്ള പറയുന്നതാണ്. ബാക്കി കേട്ടോളൂ. അല്ലാഹു തആല ഹുറാക്കി അടിമ അൽ ഹുർരിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാരെ ഇതിനെ പറ്റി പറയാം. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ പ്രയോഗമാണ് അൽ ഹുർരിയത്തുൽ വഹബിയ. വഹബിയായ അള്ള കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണെന്നൊക്കെ നിങ്ങളെ തനിച്ച ചൈത്താന്മാരെ വർത്താനാണ് സഖാഫിമാരെ. നിങ്ങൾ പറയാൻ ഉളുപ്പില്ല ഇതൊക്കെ. എന്നിട്ട് അതൊക്കെ അള്ളാന്റെ പേരിൽ പറയാം. അതൊക്കെ അള്ള കൊടുത്ത ഹുർരിയത്താണ്, സ്വാതന്ത്ര്യമാണ് എന്ന് പറയും. ബാക്കി ആ സ്ഥാനത്തേക്ക് എത്തിയാ പിന്നെ വലിയ ഞാനേ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ള പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക, വലിയ സംസാരിക്കുക. സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അത് വേണ്ട, അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല, അത് വേണ്ട, ഞാൻ ബാത്തിലാക്കി, ഇങ്ങനെയൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇനി അതുകൊണ്ടും തീർന്നില്ല. ഇനി എന്താ പറയാൻ ബാക്കി? ഒരു ദിവസത്തിൽ 5 നേരത്തെ നിസ്കാരത്തിന്റെ പിറകെയും രാത്രി സമയത്ത് ഉറങ്ങുന്നതിന്റെ മുമ്പുമൊക്കെ നമ്മൾ ചൊല്ലുന്ന ആയത്തുൽ കുർസി എന്ന് പറയുന്ന അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അള്ളാന്റെ കിതാബിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തെന്ന് പറയുന്ന ആയത്തുൽ കുർസിയുടെ മഹത്വം തന്നെ അതിൽ റബ്ബിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഞാനിവിടെ ഒരു കാര്യം മാത്രം വിശദീകരിക്കുകയാണ്. അവിടെ റബ്ബ് മാത്രമാണ് അലാഹായിട്ടുള്ളവൻ എന്നുള്ളതിന് ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന കാട്ടുകൂട്ടത്തിൽ പറയുന്നുണ്ട്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അല്ലാഹുവിന് ഉറക്കമില്ല, മയക്കം പോലുമില്ല. അത് മടവൂരിനും അങ്ങനെ തന്നെയാണെന്ന് പച്ച കുഫ്രിദാ ഇതേ ഫിലാക്കൽ സഖാഫി പറയുന്നു. അള്ളാഹുവിനിക്ക് ഉറക്കമില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം ആയത്തുൽ കുർസിയിൽ പറഞ്ഞു. അല്ലാഹു തആലക്ക് തൂക്കിയുറക്കമല്ല, ഉറക്കമില്ല. വലിയ അങ്ങനെ തന്നെയാണ്. എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം. ഒക്കെ വലിയനെയും കൂട്ടി മനസ്സിലാക്കണം. അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ ഖുർആനിൽ അതൊക്കെ വലിയനെയും കൂട്ടി മനസ്സിലാക്കണം. ഉറക്കമല്ല മയക്കമല്ല. ഇനി എന്താടോ ബാക്കി? നീ എന്താടോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത്? ഇവർക്ക് ചാർത്തി കൊടുക്കാൻ ബാക്കി എന്താണ്? താനിച്ച കുഫറിന്റെയും ഷിർക്കിന്റെയും വർത്തമാനങ്ങൾ. ഇങ്ങനെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു.